ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ BOYA BY-M1 എന്ന് പറയുന്ന ഈ ഒരു മൈക്രോഫോണിൻ്റെ അൺബോക്സിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ ബോയയുടെ ഒരു ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് പ്രൊഡക്റ്റിൻ്റെ ഒരു ഫോട്ടോവും മോഡൽ നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലുള്ളത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. പ്രൊഡക്റ്റിൻ്റെ മോഡൽ നമ്പറാണ് സൈഡിലും മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബാക്കിലായിട്ട് സ്പെസിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആക്സസറീസ് എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ലേപ്പൽ ക്ലിപ്പ്, LR44 ബാറ്ററി, ഫോം വിൻഡ് സ്ക്രീൻ, 1/4 ഇഞ്ചിൻ്റെ അഡാപ്റ്റർ, ബാറ്ററി ടൈപ്പ് LR44 ആണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോക്സിലെ കണ്ടൻറ്റുകൾ എന്തെല്ലാമാണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ലഭിക്കുന്നത് മൈക്രോഫോൺ ഒരു പ്രത്യേക പൗച്ചിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നല്ല ക്വാളിറ്റി തോന്നുന്നൊരു പൗച്ച് തന്നെയാണ്. പിന്നെ യൂഷ്വലായിട്ടുള്ള പേപ്പർ വർക്ക്സും യൂസർ മാനുവൽസ് എല്ലാമാണ് ഇതിനകത്ത് കൂടെയുള്ളത്. പൗച്ചിലെ മൈക്രോഫോൺ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് പൗച്ച്. ബോയയുടെ ബ്രാൻഡിങ് എല്ലാം കൊടുത്തിട്ടുള്ള ഒരു നല്ല പൗച്ച് തന്നെയാണിത്. ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. 20 ഫീറ്റ് കേബിൾ ഇതിന് ഈ മൈക്രോഫോണിനുണ്ട്. ഇത് ക്യാമറയിലും അതുപോലെ തന്നെ PC-യിലും ഫോണിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോഫോണാണ്. നല്ല ക്വാളിറ്റി തോന്നുന്ന ഒരു മൈക്രോഫോൺ തന്നെയാണ്. നമുക്ക് ആക്സസറി പാക്കറ്റിൽ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ആക്സസറി പാക്കറ്റ്. ആക്സസറി പാക്കിൽ ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ 1/4 ഇഞ്ചിൻ്റെ അഡാപ്റ്റർ തന്നെയാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു അഡാപ്റ്റർ തന്നെയാണിത്. അടുത്തതായിട്ട് വിൻഡ് സ്ക്രീനാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു ബാറ്ററിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് LR44 ബാറ്ററി. ഇത് ഷോപ്പുകളിലെല്ലാം ഈസിയായി അവൈലബിൾ ആണ്. പിന്നെ ലേപ്പൽ ക്ലിപ്പാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ലേപ്പൽ ക്ലിപ്പ് തന്നെയാണ് ഈ മൈക്രോഫോണിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഫുൾ മെറ്റൽ ഫിനിഷിലുള്ള ഒരു ലേപ്പൽ ക്ലിപ്പാണ്, പ്ലാസ്റ്റിക് ബിൽഡല്ല. ഇതാണ് നമുക്ക് ബോക്സിൽ ലഭിച്ചിട്ടുള്ള ഫുൾ ഐറ്റംസ് എന്ന് പറയുന്നത്. മൈക്രോഫോൺ, 1/4 ഇഞ്ച് അഡാപ്റ്റർ, വിൻഡ് സ്ക്രീൻ, ലേപ്പൽ ബാറ്ററിയാണ് ഇതിനോട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മൈക്രോഫോണിൻ്റെ ഫുള്ളായിട്ട് വേണ്ട സെറ്റ് എന്ന് പറയുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ വിൻഡ് സ്ക്രീൻ അറ്റാച്ച് ചെയ്യാണ്. വിൻഡ് സ്ക്രീൻ നോർമലായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ കയറി പോകും. ബാറ്ററി മൈക്കിൻ്റെ താഴെയായിട്ട് ഒരു ഗ്രൂവ് ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ലേപ്പൽ ക്ലിപ്പും അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിലായിട്ട് വരുന്നത്. താഴെയായിട്ടൊരു സ്ലൈഡർ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞിട്ടും ക്യാമറ എന്ന് പറഞ്ഞിട്ടുമാണ് ഓപ്ഷൻ ഇതിനകത്തുള്ളത്. ക്യാമറയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് സ്ലൈഡർ ക്യാമറയുടെ ഭാഗത്തേക്ക് മാറ്റി വെച്ച് വേണം ഉപയോഗിക്കാൻ. സ്മാർട്ട് ഫോണിലാണെങ്കിൽ താഴെ സെറ്റ് ചെയ്താലും മതി. അപ്പോൾ മേലെയായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ലിഡ് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ, ലിഡ് അൺസ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് കാണാവുന്നതാണ്. ഇതാണ് നമ്മുടെ ബാറ്ററി. ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു മൈക്രോഫോൺ തന്നെയാണ്. കമ്പനി ഇതിനോട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് 20 ഫീറ്റിൻ്റെ ഒരു കേബിളാണ്. അതിൻ്റെ അഡാപ്റ്റർ 3.5 mm ഓഡിയോ ജാക്കാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ളൊരു മൈക്രോഫോൺ തന്നെയാണിത്. നിങ്ങൾ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ എന്ന് പറയുന്നത് ഈ മൈക്രോഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി.